Hi students, now we will discuss another problem of final account, illustration 7. From the following balances extracted from the books of Aristo Limited, prepare trading and profit and loss account for the year ended 31st December 2018. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഒരു ട്രയൽ ബാലൻസ് ആണ്. നമുക്ക് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. നമുക്ക് ഓരോ ഐറ്റം നോക്കാം. തന്നിട്ടുള്ള ട്രയൽ ബാലൻസിൽ ക്യാപിറ്റൽ 2 lakh നമ്മൾ എവിടെ എഴുതും? ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡ് എഴുതും. സെയിൽസ് 5 lakh എവിടെ എഴുതും? ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് എഴുതും. സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്യും. പിന്നെ വരുന്നത് പർച്ചേസസ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. പർച്ചേസ് റിട്ടേൺ അതിൽ നിന്ന് മൈനസ് ചെയ്യും. പിന്നെ ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് ഓൺ 1st January 2018 എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്കാണ്. എന്താ ചെയ്യുക? നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അസറ്റാണ്, ഫിക്സ്ഡ് അസറ്റാണ് 2 lakh. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി 1 lakh. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യും? ഫിക്സ്ഡ് അസറ്റായിട്ട് എഴുതും ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ്. വേജസ് 25,000 എന്താ ചെയ്യുക? വേജസ് 25,000 ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ഫർണിച്ചർ 50,000 നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റാണ്, ഫിക്സ്ഡ് അസറ്റാണ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് 5,000 പറഞ്ഞാൽ ഓൾഡ് പ്രൊവിഷൻ എന്നാണ് പറയുക. അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ബാഡ് ഡെപ്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ കാണിക്കുക. പിന്നെ ലെസ് ചെയ്യാണ് ചെയ്യുക. ദെൻ നമുക്കത് ആഡ് ന്യൂ പ്രൊവിഷൻ ലെസ് ഓൾഡ് പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കും. നമ്മൾ ബാഡ് ഡെപ്റ്റ് കാണിക്കുമ്പോൾ ഇതവിടെ ബാഡ് ഡെപ്റ്റ് എഴുതും. അതേപോലെ പുതിയ ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും. ഓൾഡ് പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് ലെസ് ചെയ്യുക. അപ്പം നമുക്കത് അഡ്ജസ്റ്റ്മെൻറ്റ് അപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരിക, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. പിന്നെ സാലറീസ് 25,000 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ഡെപ്റ്റേഴ്സ് 82,000 ബാലൻസ് ഷീറ്റിൽ കറണ്ട് അസറ്റിലാണ് വരിക. ക്രെഡിറ്റേഴ്സ് 1 lakh ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കറണ്ട് ലയബിലിറ്റിയിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. പിന്നെ ബാഡ് ഡെപ്റ്റ് 3,000 എന്താ ചെയ്യുക? നമ്മൾ പറഞ്ഞു അത് നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ബിൽസ് പേയബിൾ 30,000 കറണ്ട് ലയബിലിറ്റിയാണ്. നമ്മൾ എവിടെ എഴുതും? ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡ് എഴുതും. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സ്ഡ് അസറ്റ് ആണ്. 50,000 നമ്മൾ എന്ത് ചെയ്യും? അസറ്റ് സൈഡിൽ എഴുതും. ജനറൽ എക്സ്പെൻസ് 20,000 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ക്യാഷ് ഇൻ ഹാൻഡ് 5,000, ക്യാഷ് അറ്റ് ബാങ്ക് 15,000 ഒക്കെ എന്താ ചെയ്യാം? അതൊക്കെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ് എഴുതുന്നതാണ് കറണ്ട് അസറ്റായിട്ട്. ഡിപ്രീസിയേഷൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 20,000 എവിടെ എഴുതും? ഡിപ്രീസിയേഷൻ നമ്മൾ എന്താ പറയുക? ഈ പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യാം. ഇനി നമുക്ക് തന്നിട്ടുള്ള അഡീഷണൽ ഇൻഫോർമേഷൻ, ഇൻവെൻട്രി ആസ് ഓൺ 31st December 2018 ഹാസ് ബീൻ വാല്യൂഡ് അറ്റ് ₹80,000. അപ്പോൾ അത് ക്ലോസിംഗ് സ്റ്റോക്ക് 80,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻവെൻട്രി ഓൺ വാല്യൂ 20,000 വാസ് ഡിസ്ട്രോയ്ഡ് ബൈ ഫയർ. 20,000 രൂപയുടെ സ്റ്റോക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഫയർ മൂലം നശിച്ചു പോയിട്ടുണ്ട്. ആൻഡ് 15,000 വാസ് അഡ്മിറ്റഡ് ബൈ ദ ഇൻഷുറൻസ് കമ്പനി. ഇൻഷുറൻസ് കമ്പനി 15,000 രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ക്ലെയിം. അപ്പോൾ ഇത് നമ്മൾ അബ്നോർമൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെയാണ് ചെയ്യേണ്ടത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും നമ്മൾ ഈ പറയുന്ന ലോസ് 20,000. പിന്നെ നമുക്ക് വന്നിട്ടുള്ള ഇൻഷുറൻസ് കമ്പനി തരാമെന്ന് പറഞ്ഞിട്ടുള്ള പൈസയാണ് 15,000 രൂപ. ആ 15,000 രൂപ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റിൽ അസറ്റായിട്ട് കാണിക്കും. ഇനി നമുക്കൊരു ഡിഫറൻസ് കാണാം. 20,000 രൂപയുടെ നശിച്ചു, പക്ഷെ 15,000 രൂപ കിട്ടിയുള്ളൂ. ബാക്കി 5,000 ലോസ് അല്ലേ? ആ ലോസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ഇനി നമുക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം പ്രോബ്ലം. പിന്നെ ഡിപ്രീസിയേഷൻ ഇസ് ടു ബി പ്രൊവൈഡഡ് ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി അറ്റ് ഫർണിച്ചർ 10% per annum. അപ്പോൾ രണ്ടിലും 10% ഫർണിച്ചറിൻ്റെയും പ്ലാന്റ് ആൻഡ് മെഷീനറി ഡിപ്രീസിയേഷൻ 10% കാൽക്കുലേറ്റ് ചെയ്തിട്ട് മൈനസ് ചെയ്യാം. ഡെപ്റ്റേഴ്സ് ആർ ബാഡ് ടു ദ എക്സ്റ്റെൻറ്റ് 2,000. 2,000 രൂപ വരെ ബാഡ് ഡെപ്റ്റ് ആണ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ഈസ് ടു ബി മെയ്ഡ് 5%. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിലെ പ്രൊവിഷൻ നമ്മൾ പറയുക ന്യൂ പ്രൊവിഷനാണ്. ന്യൂ പ്രൊവിഷൻ 5% ഡെപ്റ്റേഴ്സിൻ്റെ മുകളിൽ. ആൻഡ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഡെപ്റ്റേഴ്സ് 2%. അപ്പോൾ ഡെപ്റ്റേഴ്സിൻ്റെ മുകളിൽ 2% കാണണം. മറ്റത് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ഡെപ്റ്റേഴ്സിൻ്റെ മുകളിൽ 5% കാണണം. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് 5,000 ആണ്. അപ്പോൾ മറ്റത് ഇതെല്ലാം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ. ഇനി വേജസ് ആർ ഔട്ട്സ്റ്റാൻഡിങ് ₹5,000.
5,000 വേജസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ആണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം, വേജസിൻ്റെ കൂടെ ആഡ് ചെയ്യണം ട്രേഡിംഗ് അക്കൗണ്ടിൽ. പിന്നെ സാലറീസ് ആർ ടു ബി പെയ്ഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് 2,000 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, 2,000 രൂപ സാലറി കൊടുക്കാനുണ്ട്. പ്രീപെയ്ഡ് മുൻകൂട്ടി കൊടുത്തിട്ടുണ്ട്. സോ മുൻകൂട്ടി കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സാലറിയിൽ നിന്ന് ലെസ് ചെയ്യണം. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് 1%. ഈ 1% ക്രെഡിറ്റേഴ്സിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് വരും. അതേപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റേഴ്സിൽ നിന്ന് മൈനസ് ചെയ്യും. പ്രൊവിഷൻ ഫോർ റിപ്പയേഴ്സ് 4,000 റിപ്പയേഴ്സ് വന്നിട്ടുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ഇനി നമ്മളത് നോക്കാം പ്രോബ്ലം. ഫസ്റ്റ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യുക. നമുക്കറിയാവുന്നതൊക്കെ എഴുതാം. ഓപ്പണിംഗ് സ്റ്റോക്ക് 2 lakh, ഓപ്പണിംഗ് സ്റ്റോക്ക് 4,000. അപ്പോൾ എമൗണ്ടുകളും 4 എമൗണ്ടുകളും ഇരുന്നോട്ടെ, അല്ല 2 ഒരു ഇന്നർ കോളം വേണം, അതുകൊണ്ട് 4 എമൗണ്ടുകൾ ആയിക്കോട്ടെ. ഓപ്പണിംഗ് സ്റ്റോക്ക് ഔട്ടർ കോളത്തിൽ എഴുതുക 40,000. പർച്ചേസസ് 2 lakh, ദെൻ അതിന് പർച്ചേസ് റിട്ടേൺ മൈനസ് ചെയ്യുക 10,000. അപ്പോൾ 1,90,000 കിട്ടും. വേജസ് 25,000 ആണ്. നമ്മൾ പറഞ്ഞു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ആഡ് ചെയ്യേണ്ടതാണ് അല്ലേ. അപ്പോൾ 5,000 ആഡ് ചെയ്തു, 30,000 കിട്ടി. പിന്നെ ക്രെഡിറ്റ് സൈഡ് എന്താ ചെയ്യുക, സെയിൽസ് 5 lakh എഴുതി, സെയിൽസ് റിട്ടേൺ 10,000, ക്ലോസിംഗ് സ്റ്റോക്ക്. ഇനി നമുക്കറിയാം ഒരു ഐറ്റം ഉണ്ട്, ലോസ് ബൈ ഫയർ, അബ്നോർമൽ ലോസ് എന്നാണ് പറയുക. ആ ലോസ് നമുക്കുണ്ടായ നഷ്ടം മുഴുവനും നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. കാരണം അത്രയും സ്റ്റോക്ക് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ നമ്മളത് ശരിക്കും നമുക്കുണ്ടായിരുന്നൊരു സ്റ്റോക്കാണ്, അത് പക്ഷേ നഷ്ടപ്പെട്ടു. സോ അത് നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് സൈഡ് എഴുതുക ട്രേഡിംഗ് അക്കൗണ്ടിൽ ലോസ് ബൈ ഫയർ. എന്നിട്ടാണ് ബാലൻസ് ചെയ്യേണ്ടത്. ബാലൻസ് കിട്ടുന്ന എമൗണ്ട് എന്താണ്, 3,30,000. അത് നമ്മൾ ഇപ്പുറത്ത് ഫോർവേഡ് ചെയ്യുക 3,30,000. ഇനി നോക്കുക ഡെബിറ്റ് സൈഡ് എന്തൊക്കെ വരും. സാലറീസ് 25,000 ഉണ്ട്, അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ടോ നോക്കുക. ഓരോ ഐറ്റം എഴുതുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടോ നോക്കുക. ഓക്കെ, അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. പ്രീപെയ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രീപെയ്ഡ് പറഞ്ഞാൽ മുൻകൂട്ടി കൊടുത്തു. അപ്പോൾ ഈ വർഷത്തെ ഇതല്ലാതെ സാലറി അടുത്ത കൊല്ലത്തെ സാലറിയാണ്. സോ അതിൽ 2,000 നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അത് ഈ വർഷത്തെ ഇൻകം ഈ വർഷത്തെ എക്സ്പെൻസ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടൂ. അതുകൊണ്ടാണ് നമ്മളത് ലെസ് ചെയ്യാൻ പറഞ്ഞത്. ലെസ് ചെയ്യുക, ബാലൻസ് എമൗണ്ട് ഔട്ടർ കോളത്തിൽ എഴുതി 23,000. ഇനി ബാഡ് ഡെപ്റ്റ് 3,000 ആണ്. അതിൻ്റെ കൂടെ ഫർദർ ബാഡ് ഡെപ്റ്റ് 2,000. അതായത് നമ്മൾ അഡീഷണൽ ബാഡ് ഡെപ്റ്റ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള ബാഡ് ഡെപ്റ്റ് ഇവിടെ ആഡ് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യനിൽ ട്രയൽ ബാലൻസിൽ ഒരു ബാഡ് ഡെപ്റ്റ് ഉണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു ബാഡ് ഡെപ്റ്റ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ട്രയൽ ബാലൻസിൻ്റെ ബാഡ് ഡെപ്റ്റിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യുക, അഡ്ജസ്റ്റ്മെൻറ്റിലെ ബാഡ് ഡെപ്റ്റ് ആഡ് ചെയ്യുക. പിന്നെ ന്യൂ പ്രൊവിഷൻ നമ്മൾ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ്മെൻറ്റിലെ പ്രൊവിഷൻ ആഡ് ചെയ്യുക, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. ദെൻ നമുക്ക് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് ഓൾഡ് പ്രൊവിഷൻ ലെസ് ചെയ്യുക. ഓൾഡ് പ്രൊവിഷൻ മീൻസ് ട്രയൽ ബാലൻസിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക. അപ്പോൾ ആദ്യം എഴുതേണ്ടത് ബാഡ് ഡെപ്റ്റ്, ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള ബാഡ് ഡെപ്റ്റ് എഴുതുക, അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള ബാഡ് ഡെപ്റ്റ് ആഡ് ചെയ്യുക, പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ആഡ് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യണം, ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ലെസ് ചെയ്യുക. സോ ഫസ്റ്റ് ബാഡ് ഡെപ്റ്റ് ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ളത് എഴുതുക, അതിൻ്റെ കൂടെ ഫർദർ ബാഡ് ഡെപ്റ്റ്, അതായത് കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ബാഡ് ഡെപ്റ്റ് വരുന്നത്, സോ അത് ആഡ് ചെയ്തു. പിന്നെ ഈ വർഷം നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തത് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഉണ്ടാവുക. സോ അഡ്ജസ്റ്റ്മെൻറ്റിലെ പ്രൊവിഷൻ ആഡ് ചെയ്യുക. ദെൻ ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുള്ള പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ആണ് നമ്മൾ ഓൾഡ് പ്രൊവിഷൻ എന്ന് പറയുക, അത് ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 4,000 കിട്ടും. ഇനി ജനറൽ എക്സ്പെൻസ് പറഞ്ഞിട്ടുണ്ട് 20,000, അത് എഴുതുക. ഡിപ്രീസിയേഷൻ ഓൺ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 20,000 അത് തന്നിട്ടുണ്ട്, അത് എഴുതുക. ഇനി ലോസ് ബൈ ഫയർ എന്ന് പറഞ്ഞാൽ ഏതാ, നമ്മൾ പറഞ്ഞു ഒരു ഫയറിൻ്റെ മുഖേന 20,000 രൂപ നമുക്ക് ലോസ് വന്നു. നമ്മൾ ട്രയൽ ബാലൻസിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിച്ചു. പക്ഷേ ഇൻഷുറൻസ് കമ്പനി 15,000 തരുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബാക്കി 5,000 നമുക്ക് നഷ്ടമല്ലേ, ആ നഷ്ടം ലോസ് ബൈ ഫയർ എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. പിന്നെ ഡിപ്രീസിയേഷനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക, പെർസെൻറ്റേജ്, മെഷീനറിയുടെ പ്ലാന്റ് ആൻഡ് മെഷീൻ്റെ മുകളിൽ എത്ര പെർസെൻറ്റേജ് അത് കാണിക്കുക, ഫർണിച്ചറിൻ്റെ മുകളിൽ എത്ര ഡിപ്രീസിയേഷൻ അതിൻ്റെ പെർസെൻറ്റേജ് കാണുക. പിന്നെ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്, അതായത് നമ്മൾ പ്രൊവിഷൻ ഡിസ്കൗണ്ട് ഡെപ്റ്റേഴ്സിന് പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്, ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്, അത് എഴുതുക. റിപ്പയേഴ്സിന് പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്, സോ അത് എഴുതുക, പ്രൊവിഷൻ ഫോർ റിപ്പയേഴ്സ്. ഇതൊക്കെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ എക്സ്പെൻസ് ആണ്, അത് എഴുതുക. പിന്നെ നമ്മൾ ക്രെഡിറ്റ് സൈഡ് നോക്കുക, ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ എഴുതി. അതിലൊരു ഐറ്റം വന്നിട്ടുണ്ട്
പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്. ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കിട്ടുന്നതാണ് ഡിസ്കൗണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം, ക്രെഡിറ്റ് സൈഡ് എഴുതണം. ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റ് സൈഡ് എഴുതുക. ദെൻ ടോട്ടൽ ചെയ്യുക. അപ്പോൾ 3,31,000. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് കിട്ടും 2,38,480. നമ്മൾ ബാലൻസ് ഫിഗർ എഴുതുക. ഇനി അത് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ബാലൻസ് ഷീറ്റിൽ നമ്മൾ ലയബിലിറ്റി സൈഡ് നോക്കാം. ഫസ്റ്റ് ക്യാപിറ്റൽ എഴുതി, നമ്മൾ ഇപ്പോൾ ഫിക്സഡ് അസറ്റ് അങ്ങനെയാണ് എഴുതുന്നത്, സോ അങ്ങനെ എഴുതുക. ലോങ് ടേം ആദ്യം എഴുതി, ക്യാപിറ്റൽ എഴുതി, നെറ്റ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചത് ആഡ് ചെയ്തു. പിന്നെ അതിൽ ചെയ്യാനുള്ളത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് ക്രെഡിറ്റേഴ്സിന് ഒരു പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഡിസ്കൗണ്ടിന് പ്രൊവിഷൻ? ഡിസ്കൗണ്ട് പറഞ്ഞാൽ നമുക്ക് ഇളവ് കിട്ടിയില്ലേ. നമുക്ക് ക്രെഡിറ്റേഴ്സ് പറഞ്ഞാൽ ആരാ, നമ്മൾ പൈസ കൊടുക്കാനുള്ള ആൾക്കാരാണ് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ അവർ നമുക്ക് 1000 രൂപ ഇളവ് തന്നു. സോ 99,000 കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇളവ് കിട്ടിയത് നമ്മളിവിടെ കാണിക്കണം. അപ്പോൾ ഇനി നമുക്ക് 1 lakh കൊടുക്കേണ്ട എത്ര കൊടുത്താൽ മതി, 99,000 കൊടുത്താൽ മതി. ബിൽസ് പേയബിൾ 30,000 ലയബിലിറ്റിയാണ്. വേജസ് ഔട്ട്സ്റ്റാൻഡിങ്, നമ്മൾ വേജസ് കൊടുക്കാനുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ത് ചെയ്യണം, ട്രയൽ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡ് കാണിക്കണം. പിന്നെ പ്രൊവിഷൻ ഫോർ റിപ്പയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, റിപ്പയർ ചാർജസ്, അതിന് വേണ്ടിയിട്ടൊരു പ്രൊവിഷൻ മാറ്റി വെച്ചു. സോ പ്രൊവിഷൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ കാണിക്കണം ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റിയിൽ. ഇനി അസറ്റ് സൈഡ് നമുക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി തന്നിട്ടുണ്ട്, ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. ഫർണിച്ചറുടെ ഡിപ്രീസിയേഷൻ അത് കുറയ്ക്കുക. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അതുപോലെ എഴുതിയാൽ മതി. അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള ഡിപ്രീസിയേഷൻ മാത്രമേ ഇവിടെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ മൈനസ് ചെയ്യാവൂ. ശ്രദ്ധിക്കണം, അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള ഡിപ്രീസിയേഷൻ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ബാലൻസ് ഷീറ്റിൽ കൺസേൺ അസറ്റിൽ നിന്ന് മൈനസ് ചെയ്യാൻ പാടുള്ളൂ. മറ്റത് പഴയ ഡിപ്രീസിയേഷനാണ്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇത് ക്യാഷ് ഇൻ ഹാൻഡ് 5,000 തന്നിട്ടുണ്ട്, ക്യാഷ് അറ്റ് ബാങ്ക് ഇതൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിട്ട് അസറ്റും എഴുതി, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം എഴുതി. ഇനി പ്രധാനപ്പെട്ട ഐറ്റമാണ് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിന് കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അഡീഷണൽ ബാഡ് ഡെപ്റ്റ് നമ്മൾ കുറയ്ക്കണം. നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്നത് മാത്രമാണ് ഇവിടെ കാണിക്കേണ്ടൂ. നമ്മുടെ ഡെപ്റ്റേഴ്സിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യേണ്ടതും പ്ലസ് ചെയ്യേണ്ടതും ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ ലെസ് ചെയ്യാനുള്ളതാണ് കൂടുതൽ. നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള ബാഡ് ഡെപ്റ്റ്, അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട്, ഇതെല്ലാം ഡെപ്റ്റേഴ്സിൽ നിന്ന് കുറയ്ക്കണം. 82,000 ആണ് ഉണ്ടായിരുന്നത്. അതൊന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഈ വർഷം 2,000 രൂപ എന്ത് വരും, ബാഡ് ഡെപ്റ്റ് വരും. മറ്റതൊക്കെ കഴിഞ്ഞ വർഷത്തെ ട്രയൽ ബാലൻസിലെ ബാക്കി എല്ലാം കഴിഞ്ഞ വർഷത്തെയാണ്. ഈ വർഷത്തെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്. പിന്നെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് നമുക്ക് 5% ഡിസ്കൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് കിട്ടാനുള്ള പൈസ കുറയില്ലേ. സോ അത് വീണ്ടും നമ്മൾ 4,000 അത് കുറച്ചു. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് 1,520 നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുകയാണ് കസ്റ്റമർക്ക്. സോ അതും നമ്മൾ മൈനസ് ചെയ്തു. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തിട്ട് ബാക്കി എമൗണ്ട് ഔട്ടർ കോളത്തിൽ എഴുതി 74,480. അപ്പോൾ ഒന്നുമില്ല, ബാഡ് ഡെപ്റ്റിൻ്റെ കൂടെ നമ്മൾ സാധാരണ ചെയ്യുന്ന എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ എഴുതണ്ട. ഡെപ്റ്റേഴ്സിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്നിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് ഇവിടെ കാണിക്കാൻ പാടും. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റിൽ ഐറ്റംസ് മാത്രം ഡെപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ അതെല്ലാം ലെസ് ചെയ്യാനുള്ളതാണ്, എല്ലാം ലെസ് ചെയ്യാം. ഇനി ഇൻഷുറൻസ് കമ്പനി നമുക്ക് 15,000 തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് ഔട്ട്സ്റ്റാൻഡിങ് കിട്ടാനുള്ളതാണ്. സോ അത് എഴുതി. പിന്നെ ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, എത്രയാണ് 2,000. സാലറീസ് പ്രീപെയ്ഡ് 2,000 ഉണ്ടെന്ന് പറഞ്ഞതാ, നമ്മൾ മുൻകൂട്ടി കൊടുത്തു, പ്രീപെയ്ഡ് മുൻകൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊരു അസറ്റാണ്. സോ അതും കൂടി കാണിച്ചു. അങ്ങനെ നമുക്ക് ബാലൻസ് ഷീറ്റ് ടാലി ആയി. ഓക്കെ, നമുക്ക് എന്തെങ്കിലും നോട്ട്സ് പറഞ്ഞിട്ട് കൊടുക്കാം. ഡിപ്രീസിയേഷൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ട്രയൽ ബാലൻസിൽ മാത്രമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ എവിടെ എഴുതേണ്ട ആവശ്യമില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മാത്രം എഴുതിയാൽ മതി, ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട. പിന്നെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് 5% എന്താണ് നമ്മൾ കാണണം. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ഹാസ് ബീൻ കാൽക്കുലേറ്റഡ് 5% ഓൺ ഡെപ്റ്റേഴ്സ്. അതെങ്ങനെ കാണുക, സ്റ്റെപ്പ് വഴി തന്നെ നമ്മൾ ചെയ്യണം. ആഫ്റ്റർ സബ്ട്രാക്റ്റിംഗ് എന്താണ് ഫർദർ ബാഡ് ഡെപ്റ്റ്, അഡീഷണൽ ബാഡ് ഡെപ്റ്റ് കുറച്ചിട്ടാണ് നമ്മൾ കാണിക്കേണ്ടത്. പിന്നെ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഈസ് കാൽക്കുലേറ്റഡ് 2% ഓഫ് ഡെപ്റ്റ് സബ്ട്രാക്റ്റിംഗ് ഫർദർ ബാഡ് ഡെപ്റ്റ് ആസ് വെൽ ആസ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. അപ്പോൾ സ്റ്റെപ്പായിട്ടാണ് ഇവിടെ കുറച്ചിട്ടുള്ളത്. നമ്മൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. ഈ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തത് എങ്ങനെയാണ്, സ്റ്റെപ്പായിട്ടാണ്. അതായത് നമ്മൾ ബാഡ് ഡെപ്റ്റ് എഴുതിയതിന് ശേഷം നമ്മൾ ഡെപ്റ്റേഴ്സിൽ നിന്ന് ബാഡ് ഡെപ്റ്റ് കുറച്ച് അഡീഷണൽ ഫർദർ ബാഡ് ഡെപ്റ്റ് കുറച്ചതിന് ശേഷമുള്ള എമൗണ്ടിൻ്റെ മീതെയാണ് നമ്മൾ ഈ ന്യൂ പ്രൊവിഷനും അതേപോലെ തന്നെ ന്യൂ പ്രൊവിഷൻ കുറച്ചതിന് ശേഷമുള്ള എമൗണ്ടിൻ്റെ മീതെയാണ് ഡിസ്കൗണ്ടും കണക്കാക്കുന്നത്. നമുക്കറിയാം ഡെപ്റ്റേഴ്സിൽ നിന്ന് 82,000 കഴിഞ്ഞില്ലേ.
അതെങ്ങനെ എങ്ങനെയാണ് കണക്കാക്കുന്നത്? 82,000 അതിൽ നിന്നാണ് ബാഡ് ഡെപ്റ്റ് കുറയ്ക്കുക. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ 80,000 മീതിയാണ് 5% കാണേണ്ടത്. പിന്നെ കിട്ടുന്ന 76,000 മീതിയാണ് നമ്മൾ അതിൽ നിന്നാണ് 1,520 മൈനസ് ചെയ്യേണ്ടത്. സോ ആ ഒരു പെർസെൻറ്റേജ് കണക്കാക്കുന്നത് ഈ ഒരു ഓർഡറിലായിരിക്കണം. നമ്മൾ ബാലൻസ് ഷീറ്റിൽ വന്നിട്ടുള്ള ആ ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന പെർസെൻറ്റേജ്, ഓരോന്നിനും പെർസെൻറ്റേജ് തന്നിട്ടില്ലേ, ആ പെർസെൻറ്റേജ് കണക്കാക്കുന്നത് ഇങ്ങനെയാണ് പറഞ്ഞത്. അഡീഷണൽ ബാഡ് ഡെപ്റ്റ് കുറച്ച് എമൗണ്ടിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 5% പ്രൊവിഷൻ കാണേണ്ടത്. അതും കുറച്ച് എമൗണ്ടിൻ്റെ മീതിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിസ്കൗണ്ടിൻ്റെ പെർസെൻറ്റേജ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ ചെയ്യാനുള്ളത് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ. ഇതിൽ മെയിനായിട്ട് ഒരു അബ്നോർമൽ ലോസ് വന്നിട്ടുണ്ട്, പിന്നെ ബാഡ് ഡെപ്റ്റിൻ്റെ എല്ലാ വേർഷനും വന്നിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു. ഇനി ഒരു പ്രോബ്ലം കൂടി ഉണ്ട്, അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം.